പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. കെ.എം. മാണിയെയും പി.സി. ജോർജിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സമവായ ശ്രമത്തിനാണ് യു.ഡി.എഫ് ശ്രമിക്കുന്നത്. അതേസമയം ഈ മാസം 9-ന് നടക്കുന്ന യു.ഡി.എഫ് യോഗത്തിലേക്ക് തീരുമാനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ നടന്ന മാരത്തോൺ ചർച്ചകളിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് പി.സി. ജോർജ് വിഷയത്തിലെ തീരുമാനം ഇന്നത്തേക്ക് മാറ്റിയത്. കെ.എം. മാണിയും പി.സി. ജോർജും ഇതുവരെയും തങ്ങളുടെ പഴയ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷം കെ.എം. മാണി ക്ഷുഭിതനായാണ് ഇറങ്ങിപ്പോയതും. താനൊരു കത്ത് നൽകിയിട്ടും അതിൽ തീരുമാനമെടുക്കാതെ തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചതിലെ പ്രതിഷേധവും കെ.എം. മാണി ഉമ്മൻചാണ്ടിയെ അറിയിച്ചു. സെക്യുലർ പുനരുജ്ജീവിപ്പിച്ച് യു.ഡി.എഫിൽ തുടരണമെന്ന ആവശ്യം പി.സി. ജോർജും അത് അംഗീകരിക്കില്ലെന്ന് കെ.എം. മാണി പറഞ്ഞതോടെയാണ് ഇന്നലത്തെ ചർച്ചകൾ വഴിമുട്ടിയത്. എന്നാൽ രാത്രിയോടെ സരിതയുടെ കത്ത് പുറത്തു വന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പിന്നിൽ പുറത്തുനിന്ന് മറ്റാരോ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് മറ്റാരിലേക്കുമല്ല, പി.സി. ജോർജിലേക്ക് തന്നെ. എന്നാൽ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ തനിക്ക് പങ്കില്ലെന്ന് പി.സി. ജോർജും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സരിതയുടെ കത്ത് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പി.സിക്കെതിരെ ഇത്രയും നാൾ എടുക്കാതിരുന്ന നടപടി ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും വിലയിരുത്തുന്നു. സർക്കാർ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കെ.എം. മാണി വെറുപ്പിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായേക്കില്ല. കുറച്ചു വൈകി പി.സിയെ തള്ളിയാലും മാണിക്കനുകൂലമായ ഒരു നിലപാട് മാത്രമേ ഉമ്മൻചാണ്ടി സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.